ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിലൊരു പുഡിംഗ് തയ്യാറാക്കിയെടുക്കാം. ഈ ഒരു പുഡിങ്ങിൻ്റെ പ്രത്യേകത ഇതിലേക്ക് ചൈന ഗ്രാസോ ജലാറ്റിനോ ചേർക്കുന്നില്ല. ഇതൊരു മിൽക്ക് പുഡിംഗ് ആണ്. സ്റ്റീം ചെയ്താണ് ഈ പുഡിംഗ് തയ്യാറാക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിംഗ് ആണിത്. നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. ആദ്യം ഒരു ബൗൾ എടുത്ത് ഈ ബൗളിലേക്ക് നമുക്ക് 2 മുട്ട പൊട്ടിച്ച് ചേർക്കാം. ഇനി ഈ മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യണം. ഇപ്പോൾ ഞാനിവിടെ മുട്ട നല്ലവണ്ണം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാം. പലരും ഞാൻ പുഡിംഗ് ചെയ്യുമ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് നിർബന്ധമാണോ ചോദിക്കാറുണ്ട്. പക്ഷേ നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് ചെയ്യുന്ന പുഡിംഗ് ആണെങ്കിൽ അത് ചേർത്തിട്ട് തന്നെ ചെയ്യണം. എങ്കിലേ ആ ഒരു ശരിയായ ടേസ്റ്റ് കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് പഞ്ചസാര കൂടുതൽ ചേർത്താൽ മതി. പക്ഷേ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുമ്പോഴുള്ള ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. ഈ കണ്ടൻസ്ഡ് മിൽക്കും അതുപോലെ മുട്ടയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഞാനിവിടെ നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഈ വാനില എസൻസ് ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ എസൻസ് ചേർക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പുഡിങ്ങിന് മുട്ടയുടെ ആ ഒരു സ്മെല്ലൊന്നും ഉണ്ടാവില്ല. ഇനി ഇതിലേക്ക് 1 കപ്പ് പാല്, ഫുൾ ക്രീം പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതായത് നല്ല കൊഴുപ്പുള്ള പാല് തന്നെ എടുക്കണം. ഈ പാല് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. അതായത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര ചേർക്കുക. നമ്മൾ പുഡിംഗ് തയ്യാറാക്കുമ്പോൾ എപ്പോഴും പഞ്ചസാര, അതായത് മധുരം മുന്നിൽ നിൽക്കണം. അപ്പോൾ കുറച്ച് കൂടുതൽ പഞ്ചസാര ചേർക്കാം. നിങ്ങളുടെ മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാര ചേർത്താൽ മതി. ഈ പഞ്ചസാര ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്തിലാണ് പുഡിംഗ് സെറ്റ് ചെയ്യുന്നത് അതിൽ നന്നായിട്ടൊന്ന് എണ്ണ തടവി കൊടുക്കാം. നമ്മൾ ഇതുപോലെ എണ്ണ തടവിയിട്ട് ഇത് ഒഴിക്കുന്ന സമയത്ത് നമുക്ക് പുഡിംഗ് പെട്ടെന്ന് ഇതിൽ നിന്ന് വിട്ട് വരും. ഇനി നമുക്കിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഈ വെള്ളത്തിലേക്ക് നമുക്കൊരു റിങ് വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു പ്ലേറ്റ് കമഴ്ത്തി വെച്ചാലും മതി. അതിൻ്റെ മുകളിൽ നമുക്ക് നമ്മുടെ പുഡിംഗ് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിനൊന്ന് അടച്ച് വെക്കാം. ഒരു അലൂമിനിയം ഫോയിൽ വെച്ച് അടച്ചാലും മതി. ഞാൻ ഇതിനു മുമ്പ് ചെയ്ത പുഡിങ് അലൂമിനിയം ഫോയിൽ വെച്ച് അടച്ചപ്പോൾ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫോയിലില്ലാതെ ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ അടച്ച് വെച്ച് കാണിച്ചു തരുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഈ പാത്രം ഒന്ന് അടച്ച് വെച്ച് ഒരു 3/4 മണിക്കൂറെങ്കിലും ഇത് വേവിച്ചെടുക്കേണ്ടതുണ്ട്. ഈ സമയം നിങ്ങൾ വെള്ളം വറ്റാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ പുഡിങ് റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കാം. കണ്ടില്ലേ, പുഡിങ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബൗൾ ഇതിൽ നിന്ന് മാറ്റാം.
അപ്പോൾ പുഡിങ് നന്നായി തണുത്തതിന് ശേഷം വേണം നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റാൻ. ഞാനിപ്പോൾ ഇത് ഒരു പെട്ടെന്ന് തണുത്ത് വരാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ ഇറക്കി വെച്ചിട്ടുണ്ട്. നമുക്കൊരു കത്തി ഉപയോഗിച്ചിട്ട് സൈഡിൽ ഇതുപോലെ ഒന്ന് ചെറുതായി ഇളക്കി കൊടുക്കാം. ഈ പുഡിങ് നന്നായി തണുത്തതിന് ശേഷമാണെങ്കിൽ പെട്ടെന്ന് ഇളകി വരും. ഇതിപ്പോൾ കുറച്ച് ചൂടുണ്ട്. സൈഡിൽ നന്നായിട്ട് ഇളകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ ഒരു പുഡിങ് നമുക്ക് ചൂടോടുകൂടി കഴിക്കാം, അതുപോലെ നന്നായിട്ട് തണുപ്പിച്ചും കഴിക്കാം. ചൂടോടുകൂടി കഴിക്കാനും നല്ല ടേസ്റ്റാണ്, തണുപ്പിച്ച് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായും നിങ്ങൾക്കിത് ഇഷ്ടമാവും. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.